ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തുർത്തുക്ക് വില്ലേജിലാണ്. തുർത്തുക്കിന് മുമ്പേ സോറി തുർത്തുക്കിലല്ല, അങ്ങനെ തുർത്തുക്ക് പോയതിൻ്റെ ഹാങ് ഓവർ ആട്ടോ അത്. ഈ സ്ഥലത്തെ പേര് ദിസ്കിത്ത് വില്ലേജിലാണ് കേട്ടോ നമ്മളുള്ളത്. അപ്പം നമ്മളിത് എടുത്ത സ്റ്റേ ഒക്കെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കിടിലായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വാതിൽ തുറന്നിട്ടിട്ടുണ്ടോന്ന്. സംഭവം നോക്കുന്നുണ്ടോ? അതെ, അവിടെ കണ്ടോ? ഇവിടെ അതെ, നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഈ മല ഇത് രണ്ടിൻ്റെ മുകളിലും സ്നോഫാൾ വന്നിട്ടുണ്ട്, സ്നോ പെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മേ, എന്താ പറയുക, തണുപ്പ് നല്ലോണം അടിക്കുന്നുണ്ട് ഇങ്ങോട്ട്. അവിടെ ഞങ്ങൾ ഇന്നലെ പോകുമ്പോൾ അവിടെ ഒന്നും സ്നോ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം നോക്ക് നല്ല സ്നോ പെയ്തിട്ടുണ്ട്, കട്ട സ്നോ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ പോകുന്നത് ആ റൂട്ടിലേക്കാണ്. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് സിയാച്ചിൻ ബേസ് ക്യാമ്പിലേക്കാണ്. അപ്പം നമുക്കെന്തായാലും പോവാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സിയാച്ചിൻ എന്ന് പറഞ്ഞിട്ട് അറിയാലോ, സിയാച്ചിൻ ഇവിടെയൊക്കെ മൊത്തം സിയാച്ചിൻ വേരിയസ് നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. സോ നമ്മളിപ്പോൾ പോകുന്നത് സിയാച്ചിൻ ബേസ് ക്യാമ്പിലേക്ക്. ഓക്കെ, നമ്മളിത് ഇവിടുന്ന് പെട്രോൾ അടിച്ചു. ഇവിടെ 104 രൂപ, ഇത്രയും ഇതിലേക്ക് വന്നിട്ടും 104 രൂപ. രണ്ട് സൈഡ് ഇതാ കോൾഡ് ഡെസേർട്ട്. ലഡാക്ക് എന്ന മരുഭൂമി. എൻ്റെ മോനെ, ഇതൊരു 1.5 കാഴ്ച കേട്ടോ. വീട്ടിലിപ്പം നല്ല ദോശയും ചട്നിയും. ആഹാ, ഞം പസിക്കിതേ. നല്ല ദോശ ഇങ്ങനെ മുറിച്ച് മറ്റേ തേങ്ങാ ചമ്മന്തിയിൽ ഇങ്ങനെ എടുത്ത് വറവിട്ട ചമ്മന്തി. ആഹാ, ഇത്തൊരു ചായ, നല്ല ചൂട് ചായ, അമ്മ ഉണ്ടാക്കുന്ന ചായ എടുക്കുക. ഇതിൽ പരം വേറെ എന്തുണ്ട്? എനിക്ക് വിശക്കുന്നു. ഇപ്പം ഞങ്ങളെ കാത്തിരിക്കുന്നത് മിക്കവാറും ആല പൊറോട്ട, ഗോബി പൊറോട്ട, ചന്ന മസാല, മാഗി, ഇതൊക്കെ ആയിരിക്കും. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഇവിടെ എത്തിയതിനു ശേഷം മാഗി കഴിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നുണ്ട് മുകളിലേക്ക് കയറി തുടങ്ങിയാൽ മാഗി ഇറ സ്റ്റാർട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നേക്കാം. മാഗി മാത്രമേ കിട്ടുള്ളൂ, മാഗി മാത്രമേ തിന്നാൻ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് പള്ള നിറച്ച് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഫുഡ് കഴിക്കണം, നിർത്തട്ടെ. ഞങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡാണ് കിട്ടുന്നത്, മാഗി കഴിക്കല്ല. കണ്ടോ, ഊതി കുടിക്കാനാണ് ഗുപ്തന് ഇഷ്ടം. മാഗി ഞാൻ ഇവിടെ കഴിക്കുന്നത് മറ്റേ ബ്രെഡ് ഓംലേറ്റ്. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇതേ ഉള്ളൂ. ഇത് കഴിക്കുന്നത് മുന്നോട്ട് പോകുന്നു. മോനെ ഏയ് എന്താണ്ടാ? പോയിക്കോ, ഞാൻ വെറുതെ വിളിച്ചാ. പോയിക്കോ. ഞങ്ങൾക്കേ ഫുഡില്ല. ഇനി നമസ്കാരമൊന്നും വേണ്ട. നമ്മളിത് ഇറങ്ങി. നിങ്ങൾ തുർത്തുക്കിലേക്ക് വരുമ്പം കൾസാർ എന്ന് പറഞ്ഞിട്ടൊരു ജംഗ്ഷനിലെത്തും. 3 റോഡ് ഇങ്ങനെ ടി ജംഗ്ഷനിലെത്തും. അതിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ തുർത്തുക്ക് ഭാഗത്തേക്കും, നേരെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്ന ഗ്ലേഷ്യർ പോയിൻറ്റിലേക്കും, സിയാച്ചിൻ ഗ്ലേഷ്യർ പോയിൻറ്റിലേക്ക് നിങ്ങൾക്ക് പോകുന്നതാണ്. ഓക്കെ, അവിടെയുള്ള ലോക്കൽസിനോടൊക്കെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് വിൻ്റർ ടൈമിൽ ഇവിടേക്ക് നിങ്ങൾക്ക് പോകാനാവില്ല എന്നാണ് പറയുക. എക്സ്ട്രീം വിൻ്ററിൽ ഇതൊക്കെ ക്ലോസ് ചെയ്യും കേട്ടോ. നമ്മുടെ മറ്റേ സാധാരണ പാസുകളൊക്കെ ക്ലോസ് ചെയ്യുന്ന പോലെ ഇവിടേക്ക് ക്ലോസ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ പോകുന്നത് സിയാച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. അതായത് 365 ദിവസവും ഒരൊറ്റ ദിവസം പോലും മഞ്ഞ് ഉരുകാത്ത, അതായത് ആ ഗ്ലേഷ്യർ അതേപോലെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് ഉരുകത്തേ ഇല്ല, അതങ്ങനെ കിടക്കും, കാലാകാലം കിടക്കും എന്ന് പറയൂലേ, അങ്ങനെ കിടക്കുന്ന ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സിയാച്ചിൻ അറിയാലോ. സിയാച്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് വളരെ തന്താന്നോ എന്തുവാണേ പറയുന്നത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. കാരണം ഒരു ഭാഗത്ത് പാകിസ്ഥാനും ഒരു ഭാഗത്ത് ചൈനയും. അപ്പോൾ ആ നടുവിലുള്ള ഭാഗമാണ് ഇന്ത്യയുടേത്. അവിടെയാണ് നമ്മളെ ജവാന്മാർ ജീവൻ പണയം വെച്ചിട്ട് ആ ഒരു ഏരിയ കാക്കുന്നത്. കാരണം ആ ഏരിയ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചൈന പാകിസ്ഥാൻ ബോർഡർ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ പറയുമ്പോൾ ചൈന ഇപ്പം നമ്മുടെ സിയാച്ചിൻ ഏരിയ പിടിച്ചെടുത്തു എന്ന് വിചാരിച്ചോ.
അപ്പോൾ ചൈനയ്ക്ക് പാകിസ്ഥാനുമായിട്ട് ബോർഡർ വരും. അപ്പം അറിയാലോ, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നാണല്ലോ. അതേ ആ ഒരു മെത്തേഡിൽ ഇവർ രണ്ടുപേരും കൈകോർക്കുകയും ചെയ്യും. ഓൾറെഡി കൈകോർത്തിട്ടാണ്. ഇപ്പം ബോർഡറും കൂടി പങ്കിടുമ്പോൾ കുറച്ചും കൂടി ഒരു പവർ വരും. അപ്പം അത് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും കൂടി ഈസി ആയിട്ട് ഇന്ത്യനെ അടിക്കാനുള്ള ഒരു ചാൻസ് അവിടെ നിന്നുണ്ട്. പക്ഷേ ഇന്ത്യനെ അങ്ങനെയൊന്നും തൊടാൻ പറ്റില്ല. അത് നമുക്ക് ചുമ്മാ പേപ്പറിൽ വായിച്ചിട്ടൊന്നും എന്താ പറയുക അറിഞ്ഞാൽ പോരാ. ഇവിടെ വന്ന് തന്നെ അറിയണം. ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇന്ത്യയുടെ ഡിഫൻസ് പവർ എത്രത്തോളം ഉണ്ടെന്ന്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് ഇപ്പം സിയാച്ചിൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിയാച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലം അത്രയ്ക്കും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയാൻ കാരണം. പെട്ടെന്നാട്ടോ ലാൻഡ്സ്കേപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്, വളരെ വളരെ പെട്ടെന്ന്. ഈ സൈഡിൽ കൂടി ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ചെറിയ കുഞ്ഞു കനാലുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ സൈഡിലും അതെ. പിന്നെ സൈഡുകളിലൊക്കെ നല്ല കളർഫുള്ളായിട്ട് എവിടെയൊക്കെ ദൂരെ കാണാൻ പറ്റും, ക്യാമറയിൽ കാണാൻ പറ്റുമോ അറിയില്ല കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇത് കാണാൻ പറ്റും, ചെടികൾ, ചുവന്ന നിറത്തുള്ള ചെടി, മഞ്ഞ നിറത്തുള്ള ചെടി, അങ്ങനെ ഓരോന്ന് കാണാൻ പറ്റും. എൻ്റെ കയ്യിലടിച്ചിരിക്കുന്ന ടാറ്റു ഇല്ലേ, അത് പക്ക അതേപോലെ. അതായത് ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഇങ്ങനെ, അതിന് താഴത്തുള്ള വാലി, ചെറിയ മരങ്ങളില്ലേ, ആ സെയിം സാധനമാണ് എൻ്റെ കയ്യിലടിച്ചിരിക്കുന്നത്. ഹാഫ് പോർഷൻ. പിന്നെ ബാക്കി ഹാഫ് പോർഷൻ വരുന്നത് കോമ്പസ്. മഴക്കാലത്ത് മൊത്തം വെള്ളമായിരിക്കും ഇവിടെയൊക്കെ. കാരണം മൗണ്ടെയ്ൻസിന് മുകളിൽ മഴ പെയ്തിൻ്റെ ഒക്കെ ഒലിച്ചിറങ്ങിയത് ഇതിൽ കൂടിയായിരിക്കും ഇങ്ങനെ പോകുന്നുണ്ടാവുക. ഒരു നദി പോലെ തന്നെ ഒഴുകും. കൊണ്ട് അതിൻ്റെ ആ ഒരു ഒഴുക്കിൻ്റെ അങ്ങനെ ഒഴുകി വന്നതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് നമുക്ക്. ഇവിടെ കുറേ കല്ലും മണ്ണൊക്കെ ഇങ്ങനെ ഉരുണ്ട് വന്നതൊക്കെ ഇങ്ങനെ പോവുകയായിരിക്കും ചെയ്യുക. അതെ, ഈ ആക്കിനെ കണ്ടോ? അമ്പടാ, എത്ര എടുത്താൽ നോക്ക്. ഒരു കുത്തിട്ടിയാൽ മരിച്ച കുട്ടിയാ മതിയടാ. സൈഡ് കാടാ, അതിൻ്റെ കൊമ്പൊക്കെ നോക്കിയേ. അമ്മ ഏതാ സാധനമെന്നറിയോ? ഇത് നമ്മൾ ഇപ്പം എത്തിയ സ്ഥലത്തിൻ്റെ പേരാണ് സുമോർ വില്ലേജ്. ഓക്കെ, സുമോർ എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്. അപ്പോൾ കൾസാറിന്ന് സുമോർ വില്ലേജിലേക്ക് എത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ പോകേണ്ട സിയാച്ചിൻ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. ഓക്കെ, പിന്നെ തണുപ്പൊന്ന് കൂടി തുടങ്ങിയിട്ടുണ്ട്. നേരെ കാണുന്ന മൗണ്ടെയ്ൻസിൻ്റെ മുകളിൽ കിടക്കുന്ന ആ ഐസ് ഉണ്ടല്ലോ, ഐസൊക്കെ ഇങ്ങനെ നല്ല തിളക്കം കൂടി തുടങ്ങി കേട്ടോ. അതായത് ഇവിടെ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് എനിവേ എനിക്ക് കാണാൻ പറ്റുന്നത് ഞാൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവിടെ അങ്ങനെ ഇച്ചിരി മഞ്ഞ് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു തിളക്കം ഉണ്ടല്ലോ, ആ ഭാഗത്ത് മാത്രം കുറച്ച് ഇത് കിട്ടിയിട്ട് എന്താ പറയുക, സൂര്യൻ പ്രകാശം ചെറുതായിട്ട് അടിച്ചിട്ട് തിളക്കം ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഭാഗത്ത് നമ്മുടെ വലത്ത് ഭാഗത്തേക്ക് കുറച്ച് മഴക്കാർ പോലെ കാണുന്നുണ്ട്. അപ്പം മഴക്കാർ പോലെ വന്നിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി നമുക്ക് സ്നോഫാൾ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പോകുന്നത് അങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ്. സ്നോഫാൾ കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് അവിടെ നിന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതേപോലെ തന്നെയായിരുന്നു നമ്മൾ കർദുങ്കല കയറുമ്പോഴും താഴത്തുനിന്ന് പറഞ്ഞത്. സ്നോഫാളൊന്നും കർദുങ്കയിൽ കിട്ടില്ല ഈ സമയത്ത് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളെ കാത്ത് അവിടെ വലിയ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതേപോലെ ഇവിടെയും മിറാക്കിൾ സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചതുപ്പ് നല്ലതാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ കണ്ടിട്ട്. കാണുമ്പോൾ വലിയ ആഴമൊന്നുമില്ല, പക്ഷേ ഇതുണ്ടാവും, എന്താ പറയുക, ചളി ഉണ്ടാവും. ഇല്ല, ആ ഭാഗത്തേക്കില്ല. അവിടെ കണ്ടോ കുറേ പശുക്കളൊക്കെ മേയുന്നത്. പശു ഉണ്ട്, കുതിര ഉണ്ടോ? അവിടെ ഒരു കുതിരനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം പോകുന്ന വഴിക്ക് നിർത്തിയതാണ് ഇവിടെ. നോക്കിയേ, ഈ വ്യൂ നോക്കിയേ. നിലത്തൊക്കെ കണ്ടോ? നിലത്ത് ചവിട്ടുമ്പം ഇവിടെയും കുഴപ്പമില്ല. കുറച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എന്തോ ഒരു വെള്ള സാധനമുണ്ട്, എന്താണെന്ന് അറിഞ്ഞോളൂ കേട്ടോ. കുറേ അങ്ങോട്ട് പോകുന്ന സമയത്തേ ചതുപ്പാണ്.
बहुत सी जगह ले जाता था यहीं से हाँ इससे वो पुल तंग बोलता है पुल वो साबुन जैसा ഓക്കെ ഓക്കെ ठीक है താങ്ക് യു ബൈ ബൈ താങ്ക് യു ബൈ അവർ പറഞ്ഞാൽ എന്താ അറിയോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് അല്ലേ ഈ വൈറ്റ് കളർ സാധനം ഉണ്ടല്ലോ ഇവിടെ വൈറ്റ് കളർ ഫീൽഡിൽ കിടക്കുന്ന വൈറ്റ് കളർ സാധനം ഉണ്ടല്ലോ അത് സോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാന്നല്ലേ സോപ്പിന്റെ സോപ്പ് പോലെ യൂസ് ആ സോപ്പിന്റെ കേരള അത് ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നാന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഇപ്പോൾ സംസാരിച്ചില്ലേ പുള്ളിക്കാരൻ്റെ ചെറുപ്പത്തിൽ പുള്ളിക്കാരൻ സോപ്പൊന്നും ഉണ്ടാവില്ലല്ലോ ആ സമയത്ത് അപ്പോൾ അവർ ഈ സാധനമാണ് എടുത്തുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത് പുതിയൊരു ഇൻഫർമേഷൻ ആട്ടോ ഞങ്ങൾ വിചാരിച്ചെന്തോ ചുമ്മാ ചെറിയ പൊടിയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇതാണ് ഓരോരുത്തർ കാണുമ്പോൾ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് പോകുമ്പോൾ പുതിയ പുതിയ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇവിടെ നൈസായിട്ട് ഇനി പതുക്കെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കൊഞ്ചം ഒരു മേയടാ നീ അനുഭവിത അപ്പം അനുഭവിക്കാനും എൻ്റെ അമ്മേ ആ ഓക്കെ ഇത് നമ്മൾ നേരത്തെ കണ്ട ആള് ബൈ ആ ഇതിൻ്റെ മനോഹാരിതയുടെ പുറകിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് ഈ റൂട്ടിൽ ഇപ്പം ഞാനും സുജിതേട്ടനും മാത്രമേ ഉള്ളൂ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപർണയും കാരണം വേറെ ആരെയും ഞങ്ങളിപ്പം കുറച്ച് നേരമായിട്ടിപ്പം കണ്ടിട്ടില്ല ഇടയ്ക്കൊരു ആർമി ട്രക്ക് പോയെങ്കിലായി അതല്ലാതെ കാണുന്നില്ല ഇനി ഒരു 52 കിലോമീറ്ററും കൂടി പോകാനുണ്ട് നമ്മുടെ സിയാച്ചിൻ വാരിയേഴ്സിൻ്റെ അടുത്തേക്ക് സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ അടുത്തേക്ക് 52 കിലോമീറ്റർ കേട്ടോ വഴിക്ക് നമുക്കിവിടെ മിലിറ്ററി പോലീസ് TCP സസോമ എന്ന് പറഞ്ഞിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മുടെ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം എല്ലാ സ്ഥലത്തും കൊടുക്കുന്ന പോലെ തന്നെ ഓക്കെ വാവ് ഇത് എവിടെയാണ് നമ്മൾ എത്തിയത് രാജസ്ഥാൻ മരുഭൂമിയിലോ നിങ്ങൾ ലഡാക്കിലേക്ക് വന്നാൽ മതി എല്ലാം കിട്ടും സീരീസ് ഓ എനിക്ക് പറഞ്ഞ് മതിയായി ഈ വാവ് പറഞ്ഞ് മതിയായി എനിക്ക് സത്യം പറയാലോ നമുക്ക് ഹിമാലയത്തിൻ്റെ വ്യൂ കിട്ടി തുടങ്ങി കേട്ടോ നല്ല വ്യൂ കിട്ടി തുടങ്ങി കേട്ടോ നല്ല പീക്കായിട്ടുള്ള മൗണ്ടൻസിൽ വലിയ കുത്തനുള്ള ഇത് കണ്ടോ ഇത് ആ ദൂരം ഇങ്ങനെ കാണുന്നുണ്ട് ക്യാമറയിൽ കാണാൻ പറ്റി അറിയില്ല ഇങ്ങനല്ല അതിന് മുകളിൽ നിറച്ച് സ്നോൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പുക വറക്കുന്നത് കാണാം കേട്ടോ ആഹാ ഇതൊക്കെ തണുത്തുറഞ്ഞ് കിടക്കാം കേട്ടോ ഒരു പുകമയുണ്ട് മുകളിൽ കൂടി എന്താ അറിയാം അത് ഐസിൻ്റെ മുകളിൽ നിന്ന് ഒരു പുക വറക്കൂലേ നമ്മൾ ഐസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടെ കുറേ ടെൻറ്റും കാണാം ഐസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പുക വറക്കൂലേ ഇതാ ഇത് മൊത്തം ആ പുക കേട്ടോ ഇതൊക്കെ ഐസാണ് ഇവിടെയൊക്കെ ഐസ് അടച്ച് നിൽക്കുക ഈ സമയത്ത് ഇവിടെ ഐസാണെന്ന് പറയുമ്പോൾ സിയാച്ചിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നില്ലേ അത് ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം കണ്ടോ നോക്കുന്നേ ഒരു പുകമയം കണ്ടോ എൻ്റെ മോനെ വലിയ ആനേനെ മാതിരിയുള്ളൊരു പാറ കേട്ടോ അത് കാണുമ്പോൾ ദൂരത്തുനിന്ന് കാണുമ്പോഴേ ഇതുണ്ടോ ഫസ്റ്റ് ഗ്ലിംസ് ഓഫ് സിയാച്ചിൻ ഗ്ലേഷ്യർ ദേ ഇതാണ് ഇവിടെ അങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതാ കിടക്കണ ഫസ്റ്റ് ഗ്ലിംസ് ഓഫ് സിയാച്ചിൻ ഗ്ലേഷ്യർ മോനെ യെസ് നമ്മൾ അതൊക്കെ ഒന്ന് കാണ് കല്ല് വെറുക്കുന്നു അവിടെ പോ കല്ല് കണ്ടോ എന്ത് ഭംഗി അറിയാം കല്ലൊക്കെ കാണാൻ മുടിച്ചോ നമ്മളിതാ സിയാച്ചിൻ ബേസ് ക്യാമ്പിലെത്തി കേട്ടോ എഴുതി വെച്ചുണ്ടോ വെൽക്കം ടു സിയാച്ചിൻ ബേസ് ക്യാമ്പ് ഡ്രോൺ ഒന്നും പറത്തിക്കാൻ പറ്റില്ല കേട്ടോ അവിടെ നമുക്ക് വേൾഡ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് വാവ് അതെ അതെനിക്ക് സത്യം പറയാം എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാൻ ഓർത്തില്ല കേട്ടോ അത് നമ്മളിപ്പോൾ പോകുന്നത് സിയാച്ചിൻ എന്ന് പറയുന്നത് വേൾഡ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡാണ് അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി അതാണ് സിയാച്ചിൻ ഇതുണ്ടോ വേൾഡ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് കാരക്കോണം റേഞ്ച് ഇത് കാരക്കോണം റേഞ്ച് ഇത് മൊറൈൻ ആൻഡ് അത് സാൾട്ടോറോ റേഞ്ച് ഓ നേരെ കാണുന്നതാണ് നമ്മുടെ സിയാച്ചിൻ്റെത് നമ്മൾ വണ്ടി എടുക്കാൻ പറ്റുമോ പറ്റുമല്ലോ ചോദിച്ചു നോക്ക് सर गाड़ी वहाँ चलेगा ना गाड़ी वहाँ
हाँ हाँ ओके ठीक है ओके सर थैंक यू सर ठीक है थैंक यू ആ എന്നിട്ട് അവിടെ വെക്കാമെന്ന് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാം. ഓ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ സിയാച്ചിൻ വാർ മെമ്മോറിയലാണിത്. ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട്, പിന്നെ ഇന്ത്യൻ ആർമി ഫ്ലാഗ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെത്, പിന്നെ ഏതൊക്കെയോ ഇതിൻ്റെ ഉണ്ട് കേട്ടോ. ഓരോ ബറ്റാലിയൻ്റെ ആട്ടോ, ഓരോ റെജിമെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, ഓരോ റെജിമെൻറ്റിൻ്റെ ഫ്ലാഗ് ആട്ടോ ഇവിടെ മൊത്തം ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു അവിടെ എഴുതി വെച്ചേക്കുന്നത് ഇവിടെ മരണപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ, പേരുകളാണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇത്രയും ദൂരം? എൻ്റെ മോനെ, അതാണ് നമ്മുടെ ഇത്. അതായത് ഒരു സൈഡിൽ ചൈന, ഒരു സൈഡിൽ പാകിസ്ഥാൻ, അതിൻ്റെ നടുവിൽ അതായത് ഇന്ത്യ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചൈന, ഇവിടെ പാകിസ്ഥാൻ, ഇവിടെ നമ്മുടെ സിയാച്ചിൻ ഏരിയ ആണിത് കാണുന്നത്, ഈ കാണുന്നത് കേട്ടോ സിയാച്ചിൻ ഏരിയ. നമ്മൾ അവിടെയൊക്കെ കട്ട മഞ്ഞാട്ടോ, ഒരു രക്ഷയില്ലാത്ത കട്ട മഞ്ഞാണിത്. എൻ്റെ മോനെ ഇത് കണ്ടോ, മേക്കിംഗ് ഓഫ് ദ സിയാച്ചിൻ വാരിയർ. ആദ്യം ഒറ്റയടിക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ, ആദ്യം നോർമൽ പട്ടാളക്കാരൻ, പിന്നെ പയ്യെ കണ്ടോ, അത് കണ്ടോ, ആദ്യം ഈ വൈറ്റ് കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിയാച്ചിൻ ആണ്. ആദ്യം തലയിൽ ഇച്ചിരി പയ്യെ അതായത് എവല്യൂഷൻ സംഭവിക്കില്ല, പയ്യെ ആയിട്ട് പട്ടാളക്കാരനാവും, സിയാച്ചിൻ വാരിയറാവും. അതാണിത്. എൻ്റെ മോനെ അതെ, അത്രയ്ക്ക് ട്രെയിനിങ് പ്രോസസ്സ് ഉണ്ടെന്നാണ് കേട്ടോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാവ്, ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ മാൻ. നമ്മളിതാ ഇങ്ങനെ നടക്കുക കേട്ടോ. ഞാൻ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി കുറച്ചും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ. അല്ലെങ്കിൽ എനിക്ക് നോർമലി ഇങ്ങനെ വ്ളോഗ് എടുത്ത് പോകാം, പക്ഷേ അതിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ഒന്നുകൂടി ഇതേ വിശാലമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽമെറ്റ് അടിക്കാതെ ഇങ്ങനെ തന്നെ പോകുന്നു കേട്ടോ. ദേ ഈ സാധനം കണ്ടോ, അതാണ് കാരക്കോണം റേഞ്ച്. K2 മൗണ്ടൻസ് ഇല്ലേ, അതാണ് ഈ K2 മൗണ്ടൻസ്. ഇത് നമ്മുടെ പട്ടാളക്കാർ യൂസ് ചെയ്യുന്ന വണ്ടിയാട്ടോ. സ്നോയിൽ നമുക്ക് സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് കണ്ടോ പോകാൻ പറ്റുന്ന വണ്ടിയാണിത്. കണ്ടോ അവിടെയാണ് ഗിയർ കേട്ടോ, സ്പീഡോമീറ്റർ ഉണ്ട്, ലെവേഴ്സ് ഉണ്ട്, ഇത് ഹൈറ്റ് പൊക്കുകയൊക്കെ ചെയ്യാം. ഇത് കണ്ടോ, വാവ് എൻ്റെ മോനെ. ഇവിടെ ഇരുന്നിട്ട് നോക്കാം. അതേപോലെ തന്നെ ഈ സൈഡിലുണ്ട്, ഈ സൈഡിൽ വേറൊരു മോഡലുണ്ട് കേട്ടോ. അതെ നമ്മുടെ ഇതിനകത്ത് കൂടി സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഐ ലവ് സിയാച്ചിൻ. എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കുണ്ട്. കണ്ടോളൂ, കൺകുളിർക്ക് കണ്ടോളൂ. പറഞ്ഞ കിതക്കുന്നോ? അയ്യോ ഞാൻ പറഞ്ഞോ? കണ്ടോ ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ എവല്യൂഷൻ. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാൻ അങ്ങോട്ട് വരാം. ഞാൻ ജസ്റ്റ് ഇവിടേക്ക് പോയിട്ട് കാണിച്ചു തരാം. കിതക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ എവല്യൂഷൻ അല്ലേ, കണ്ടോ? ആദ്യം ഒരു നമ്മുടെ പട്ടാൾക്കാരാവും, നല്ല കിടിലൻ ട്രെയിനിങ് ആവും, പിന്നെ അടുത്ത മഞ്ഞിൽ പോകാനുള്ള ട്രെയിനിങ് ആവും, പിന്നെ ഒന്നും കൂടി ഇപ്പുറത്തേക്ക് പോകുമ്പോൾ കട്ട ട്രെയിനിങ് ആവും, ഫുള്ളായിട്ട് നിൽക്കും. ഇവിടെ നിങ്ങൾക്ക് ബൂട്ടൊക്കെ ഉണ്ടോ? ബൂട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബൂട്ട് പട്ടാൾക്കാർ യൂസ് ചെയ്യുന്ന നോർമൽ ബൂട്ട്, പിന്നെ വൈറ്റ് കളറാവും, പിന്നെ അടിയിൽ കുറച്ചുകൂടി എന്താ പറയുക മറ്റേ മുള്ളുള്ള ടൈപ്പുള്ളാവും, പിന്നെ നമുക്ക് സ്കീ ചെയ്ത് പോകുന്ന ടൈപ്പുള്ളതാവും. അതാണ് സിയാച്ചിൻ വാരിയറായിട്ട് വരുന്നത്. കണ്ടോ? യെസ്, ഫുൾ മൗണ്ടൻസ് ആട്ടോ, മഞ്ഞുമലകൾ. എനിക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല, സത്യം പറയാലോ, പറഞ്ഞിട്ടും തീരുന്നില്ല. കൺകുളിർക്ക് കാണൂ, അത്ര എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. അത് കണ്ടോ സിയാച്ചിൻ മലനിരകൾ. ഞാൻ പറഞ്ഞു തന്നെയാണ് പിന്നെയും പറയുന്നത്, ഐ എം വെരി സോറി. പക്ഷേ കണ്ടോ കാഴ്ച, ചൈന സൈഡ്, ദിസ് സൈഡ് और ये पाकिस्तान. ओ अच्छा, इस नाला हाँ. और ये नाला. ओ ये ओके इधर से भी इस तरफ भी बैक साइड में भी हाँ पाकिस्तान. बैक साइड पाकिस्तान और इसका बैक साइड ചൈന. ഓ അച്ഛാ, പുള്ളിയുടെ അടുത്ത് നിന്ന് കുറച്ച് ഇൻഫർമേഷൻ കിട്ടി കേട്ടോ. നമ്മൾ ആ നേരെ കാണുന്ന മൗണ്ടൈൻ്റെ അപ്പുറത്ത് ഗ്ലേഷ്യറാണ്. ദേ കണ്ടോ, അവിടെ നമ്മുടെ ഇന്ത്യൻ ആർമി ജവാന്മാർ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കണമെങ്കിൽ പിന്നെ ഈ സൈഡിലും ഉണ്ട്,
ഈ സൈഡിലുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കണമെങ്കിൽ ഹെലികോപ്റ്ററിൽ എയർ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യാന്ന്, ഫുഡും വെള്ളവും ഒക്കെ. കാരണം അങ്ങോട്ട് റോഡില്ല, അതുകൊണ്ട് ഹെലികോപ്റ്ററിലാണ് എല്ലാം വരിക. അമ്പോ, ആ അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാനാട്ടോ, ഇതിൻ്റെ അപ്പുറത്ത് ചൈനയാട്ടോ. അമ്പോ, ആഹാ ഹാ ഹാ ഹാ, പ്രൗഡ് മൊമെൻ്റ് ആട്ടോ നമുക്ക്. നമ്മുടെ നടുവിലുള്ള ഭാഗം നമ്മൾ ഇത്രയും ജീവൻ പണയം വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാലേ ചില്ലറ കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിൻ്റെ ബേസ് ക്യാമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തൊരു പ്രൗഡ് മൊമെൻ്റാണെന്നറിയോ? അയ്യോ, ആഹാ ഹാ. നമുക്കിവിടെ ഇവിടെ നമുക്ക് ഫുഡ് സിയാച്ചിൻ കഫേ ഒക്കെ ഉണ്ട് കേട്ടോ. സിയാച്ചിൻ കഫേൻ്റെ സൊവനിയർ ഷോപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. ഡെഫിനറ്റ്ലി ഞാൻ ഇവിടുന്ന് വാങ്ങിക്കും, ഉറപ്പാണ്. പിന്നെ അതെ, ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ നമ്മളെപ്പോലുള്ള റൈഡേഴ്സ് ഉണ്ട്. സുഹൃത്താ, പ്രൗഡ് മൊമെൻ്റ് ഇതാ, രോമം എണീറ്റ് നിൽക്കൂ അല്ലേ? അവിടെയൊക്കെ നിൽക്കുന്ന ആലോചിച്ച് നോക്കി, എന്ത് തണുപ്പാറ്. ഇവിടെ തന്നെ നിൽക്കാൻ ആരും പറ്റുന്നില്ല. ഓ മാൻ. സോ അങ്ങനെ നമ്മളിത് സിയാച്ചിൻ ബേസ് ക്യാമ്പിലെ ഇവിടെ സുവനിയർ ഷോപ്പ് ഉണ്ട് കേട്ടോ. സുവനിയർ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. സോ ഇവിടെ കണ്ടോ, നമുക്ക് അവർ പറഞ്ഞു, അവർ പെർമിഷൻ തന്നിട്ടുണ്ട് നമുക്ക് അവരുടെ ഇതൊന്നും ഫേസ്, അവരുടെ ഇവിടെ നിൽക്കുന്ന ജവാന്മാരുടെ ഫേസ് എടുക്കരുത്. അപ്പോൾ ഇതേ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാം കേട്ടോ. സോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, ഗ്ലൗ ഉണ്ട്, അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വന്നിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ വന്നതിനുള്ള എന്തെങ്കിലും ചെറിയൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ചെറിയൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വാങ്ങിക്കാം. ലൈക്ക് സോ ഇവിടെ കണ്ടോ, ഇതുണ്ടോ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ട്. ഞാൻ എടുത്ത് വെച്ചാൽ അവിടെ ഞാനത് വെച്ചാറിട്ട് വാങ്ങിക്കാം കേട്ടോ. ഇത് വെൽക്രോ ആണ്, നമുക്ക് നമ്മുടെ ജാക്കറ്റിൻ്റെ ഇവിടെ വെക്കാൻ പറ്റും. പ്രൗഡ് മൊമെൻ്റ് ആണത്. ഓക്കെ, ഇത് കണ്ടോ സിയാച്ചിൻ വാരിയേഴ്സ്. നമ്മളിവിടെ വന്നേനെ, ഇവിടെ ഒട്ടിക്കും ഞാൻ. ഇത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും എവിടെ പോയതാണ്, സിയാച്ചിനിൽ പോയതാണ് ഞാൻ പറയൂ. പ്രൗഡ് മൊമെൻ്റ് ആണ് കേട്ടോ, സത്യം പറയാലോ. ഇവിടെയൊക്കെ വരണം നിങ്ങൾ. എൻ്റെ അവിടെ നിൽക്കണു, ഇത് നോക്ക്, മണിപ്പിച്ച് നോക്ക്. മോൻ തിന്നണ്ടല്ല ബാബേ, തിന്നണ്ടല്ല. അതേ കണ്ടോ, തിന്നണ്ടല്ല. അവിടെ നിന്ന് കേട്ടോ. ഫുഡ് കഴിക്കാൻ പോകണോ? ഞാൻ എൻ്റെ സ്റ്റിക്കർ ഒന്ന് എടുത്ത് വരാം. ഓക്കെ, നമുക്ക് നമ്മുടെ മാൻ വിത്ത് തേടായി എന്ന് പറഞ്ഞിട്ട് വെറുതെ പ്രസനം, എന്നാലും എനിക്ക് പറയാലോ എൻ്റെ ഇത് ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് ഒട്ടിക്കട്ടെ, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇത് വലിയ കാര്യമൊന്നുമല്ല, പട്ടിഷമാണ്, എന്നാലും ഞാൻ ഒട്ടിക്കാൻ പോകട്ടത്. ഒരു മിനിറ്റ് നമുക്ക് പൊളിക്കട്ടെ. വേറെയും കുറേ പേര് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഫുഡൊക്കെ കഴിക്കണേ ചെറിയൊരു ക്യാൻറ്റീൻ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 2 ചായയും പിന്നെ ഒരു ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് ഇവരുടെ കുഞ്ഞടുക്കള. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കാതെ ഈ പുള്ളിക്കാരൻ കേട്ടോ നമുക്ക് ചായ ഉണ്ടാക്കി തരുന്നത്. ഹലോ. അപ്പോൾ നമ്മളത് കഴിക്കുന്നു, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. ഇവിടെ അധികം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ മുകളിലൊക്കെ പോയി നമ്മൾ കണ്ടൊക്കെ ചെയ്ത്. ഏത് അതോ? അമ്പോ, ഞാനിത് കവറിൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ആശാൻ ഓടി വന്നിട്ടുണ്ട്. എന്താടാ അത് ഒരുത്തം കിടക്കുന്ന നോക്കി, എന്ത് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കിടക്കുന്നത്. ഓ, വേൾഡ് ഹയസ്റ്റ് അല്ലേ, വേൾഡ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡിലെ പട്ടിയാ. എന്താന്നാ ഗമ. പോയിക്കോ ഞങ്ങളാ ഫുഡ് കഴിക്കട്ടെ എന്നാൽ. ഓക്കെ, അങ്ങനെ നമ്മളവിടുന്ന് ഫ്രൈഡ് റൈസും ചായയൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ തിരിച്ച് പോവാണ്. അപ്പോൾ തിരിച്ച് പോകുന്ന എത്രത്തോളം മാക്സിമം പിടിക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം പിടിക്കും. റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, അപ്പം അവിടെ പോകുന്നു, കിട്ടുന്ന സ്ഥലത്ത് നിൽക്കുന്നു. എന്നിട്ട് ഞാൻ ഇന്ന് റൂമിൻ്റെ കാഴ്ച കാണിക്കാം. തിരിച്ചു പോകുന്ന റൂട്ട് ഇനിയും പിന്നെയും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. സോ ഇനി കാണുന്നത് നമ്മളിന്ന് വൈകുന്നേരം എടുക്കുന്ന റൂമായിരിക്കും. ചിലപ്പം നല്ല നല്ല കാഴ്ചകൾ കണ്ടാൽ പിന്നെ ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. വ്ളോഗിങ് ഇതോടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ആൻഡ് വിസിറ്റ് again.